കോട്ടയം ആർപ്പുക്കര സ്വദേശിയാണ് ഈ യുവ ഡോക്ടർ. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. സാമ്പത്തിക ഇടപാടും ഇവർക്കിടയിൽ നടന്നിട്ടുണ്ട്. അതായത് യുവ ഡോക്ടറിൽ നിന്നും വേടൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. കോട്ടയത്തും കാക്കനാടും കൊച്ചിയിലും ഒക്കെ വിവിധ ഇടങ്ങളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പീഡനം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് ഉള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേടനെതിരെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ്. നേരത്തെ വേടനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പോലെയല്ല ഇത്. കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുള്ള പീഡന പരാതി, ബലാത്സംഗത്തോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പുമുണ്ട്. ഈ രണ്ട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് വേടനെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇവിടെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വേടനെതിരായിട്ടുള്ള തൃക്കാക്കര സ്റ്റേഷനിലാണ് ഇപ്പോൾ യുവ ഡോക്ടർ വേടനെതിരെ ബലാത്സംഗ പരാതിയും സാമ്പത്തിക തട്ടിപ്പ് വകുപ്പ് മൊഴി നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ്, പരാതി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് കേസിലായിക്കോട്ടെ, പുലിപ്പലി കേസിലായിക്കോട്ടെ, അതിനു മുൻപുള്ള മീറ്റു ആരോപണങ്ങളിലൊക്കെ വേടൻ രക്ഷപ്പെട്ടു വന്നെങ്കിൽ പോലും ഈ കേസിൽ അല്പം ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ്, ഗുരുതര വകുപ്പുകൾ തന്നെയാണ്. എന്തായാലും പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2020 മുതൽ 2023 വരെയാണ് ഈ പെൺകുട്ടിയെ പലയിടങ്ങളിൽ കൊണ്ടുപോയി. അത് കോഴിക്കോട് പോയിട്ടുണ്ട്, കൊച്ചിയിൽ പോയിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും ഫ്ളാറ്റിൽ വെച്ചുമൊക്കെ പീഡനം നടന്നിട്ടുണ്ടെന്ന് കൂടിയാണ് യുവതി പറയുന്നത്. ഇതിന് പിന്നാലെ തനിക്ക് വലിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേടൻ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് തന്റെ ബന്ധം തുടരുന്നതിന് വേണ്ടി വേടൻ തയ്യാറായില്ല. തന്റെ സ്വഭാവത്തിലെ ചില കുറ്റങ്ങൾ കണ്ട് പിടിക്കുകയും ചെയ്തു എന്നുകൂടി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ആണിപ്പോൾ വേടനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ആര്യ. നവമി ദിനേശ് വിശദാംശങ്ങളും ഒന്നും വേടനെ വിട്ട് ഒഴിയുന്നില്ല എന്നതാണ് സാഹചര്യം.